ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. കാരണം ഇന്നൊരു സീരീസിന്റെ 3rd സീസണാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺ എവിടെ എന്ന ചോദ്യത്തിന് നിലവിൽ എന്റെ കയ്യിൽ ഉത്തരമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇത് അപ്ലോഡ് ചെയ്തിട്ട് 5-6 മാസങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എപ്പിസോഡ് ലിങ്ക്സ് അവൈലബിൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ 2 സീസണും കാണാതെ 3ലേക്ക് ജമ്പ് ചെയ്താൽ അതൊരു രീതിയിൽ സ്പോയിലർ ആയിരിക്കും. എന്നാൽ മുഴുവനായിട്ടും ഒരു സ്പോയിലർ ആണ് എന്ന് പറയാനും സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 2022 ഇറങ്ങിയ ആദ്യ സീസൺ മുതൽ അത് കണ്ടവരെയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിച്ച ഫ്രം എന്ന ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ആണ്. ആദ്യ 2 സീസണിന്റെ അവസാനത്തിന് ശേഷവും നമ്മളിപ്പോൾ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നത് അതിലെ മിസ്റ്ററീസ് റിവീൽ ചെയ്യുന്ന നിമിഷത്തിന് വേണ്ടിയായിരിക്കും. സോ ഈ വീഡിയോ മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം സീസൺ 2 കണ്ടു നിർത്തിയത് മുതൽ സീസൺ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഫ്രമ്മിന്റെ ഡൈഹാർഡ് ഫാൻസിന് വേണ്ടിയാണ്. അതുപോലെ ഇതുവരെ ഈ സീരീസിനെ കുറിച്ച് കേൾക്കാത്തവരെയും കേട്ടിട്ടും കാണാൻ സാധിക്കാത്തവരെയും വളരെ സ്നേഹത്തോടെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 സീസണും കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നതാവും കൂടുതൽ എഫക്റ്റീവ് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. സോ ഭൂരിഭാഗം പേർക്കും അറിയാവുന്നത് പോലെ 22 സെപ്റ്റംബർ 2024 സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡ് റിലീസ് ആയത്. അതുപോലെ ഇനിയുള്ള ഓരോ സൺഡേസിലായിരിക്കും ബാക്കിയുള്ള എപ്പിസോഡുകൾ റിലീസ് ആവുക. സോ സീസൺ 3യിലെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതിനിടയിൽ സീസൺ 1ലെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ എല്ലാം അപ്ലോഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എല്ലാ ശനിയാഴ്ചകളിലും സീസൺ 3യുടെ എപ്പിസോഡും എല്ലാ ബുധനാഴ്ചകളിലും സീസൺ 1ന്റെ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്തിട്ട് വേഗം തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കഥയുമായിട്ട് ചെറിയൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അതിന്റെ ആവശ്യം ഉണ്ടാകില്ല എന്നറിയാം. സ്റ്റിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി കഥയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തന്നെ തുടങ്ങാം. നമ്മുടെ കഥ നടക്കുന്നത് കാടിന് നടുക്കുള്ള ഒരു സിറ്റിയിലാണ്. അവിടെ അവർ തന്നെ 2ആയി പാർട്ടീഷൻ ചെയ്ത സ്ഥലങ്ങളിൽ ഒന്ന് സിറ്റി സൈഡും രണ്ടാമത്തേത് കോളനി ഹൗസുമാണ്. ഇവിടെ എത്തിപ്പെട്ട എല്ലാവരും തന്നെ പലയിടങ്ങളിൽ നിന്ന് വെവ്വേറെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തവരായിരുന്നു. ആദ്യം അവരെല്ലാവരും വഴിക്ക് കുറുകയായിട്ട് ഒരു മരം വീണ് കിടക്കുന്നത് കാണും. ശേഷം ഒത്തിരി കാക്കകൾ അഥവാ റേവൻസ് വളരെ വിയേഡായിട്ട് കൂട്ടമായിട്ട് വരുന്നതും കാണും. പിന്നീടാണ് അവരുടെ എല്ലാം കഷ്ടകാലം തുടങ്ങുന്നത്. ആ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് അവർ വണ്ടി തിരിച്ചു വരുമ്പോൾ എത്തിപ്പെടുന്നത് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ടൗണിലാണ്. അവിടെ ഏത് വഴിയിലൂടെ വണ്ടി എടുത്താലും ഒരു ലൂപ്പ് പോലെ അതേ ടൗണിൽ തന്നെ എത്തിപ്പെടും. സോ ആഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയ മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്നത് രാത്രിയാണ്. രാത്രിയായാൽ മനുഷ്യരൂപമുള്ള മോൺസ്റ്റേഴ്സ് ഇവരെയെല്ലാം ആക്രമിക്കാനായിട്ട് വരും. അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് താലിസ്മാൻ ആണ്. എന്നിരുന്നാലും പല സിറ്റുവേഷനിലായിട്ട് മരണപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. പിന്നെ അവിടേക്ക് ഒത്തിരി പേർ പുതുതായിട്ടും വന്നു. പലരും മൃഗീയമായ ആക്രമണങ്ങൾ നേരിട്ടു മരണപ്പെട്ടു. അങ്ങനെ വളരെ വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. അതുപോലെ മിക്ക കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഓരോ കഥകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറെ സസ്പീഷ്യസ് ആയ 2 സീസണിന്റെയും അവസാനം ബാക്കി വെച്ച കുറെ ചോദ്യങ്ങളുമുണ്ട്. മാത്രമല്ല ഫോർവേട്രീസ്, ദാറ്റ് ബോയ് ഇൻ വൈറ്റ്, പിന്നെ ഏറ്റവും കൂടുതൽ വർഷം ഈ സ്ഥലത്ത് സർവൈവ് ചെയ്ത വിക്ടർ എല്ലാം ഈ സീരീസിനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ വാല്യൂ ഉണ്ടെങ്കിലും സീസൺ 2വിന്റെ അവസാന എപ്പിസോഡിലെ ലാസ്റ്റ് സീനിൽ എല്ലാ കഥയും മാറ്റിമറിച്ചത് ടബിതയായിരുന്നു. അതായത് വിക്ടറിന്റെ സഹായത്തോടെ ടബിത വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ ഫോർവേ ട്രീനകത്തേക്ക് കയറുന്നു. അവളെ യാത്രയാക്കുമ്പോൾ വിക്ടറിന് ഏറ്റവും പ്രിയപ്പെട്ട ബോക്സിൽ ടബിതയ്ക്കുള്ള ഭക്ഷണവും അവൻ കരുതിയിരുന്നു. ശേഷം വിക്ടർ പറഞ്ഞതുപോലെ തന്നെ ടബിത ടവറിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവിടെ കുടുങ്ങിയിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കാനാണ് അവൾ അവിടെ എത്തിയത്. എന്നാൽ അതൊരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. മുൻപൊരിക്കൽ ബോയ്ഡും സേറയും കണ്ട അതേ ലൈറ്റ് ഹൗസ്. അന്നവർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ടബിത അതിന് മുകളിലേക്ക് കയറുന്നു. അങ്ങനെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അവിടെ കുട്ടികളൊന്നും തന്നെയില്ല. മറിച്ച് ദാറ്റ് ബോയ് ഇൻ വൈറ്റ് വന്ന് ഇതാണ് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളി താഴെയിടുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തെളിയുന്ന ടാബിതയെയാണ്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, അവൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ റിയൽ വേൾഡിലെ ഒരു ഹോസ്പിറ്റലിലാണ്. അവൾ മാത്രം ആ നശിച്ച സ്ഥലത്ത് നിന്ന് പുറത്തു കടന്നിരിക്കുന്നു. അങ്ങനെ റിയൽ വേൾഡിൽ എത്തിപ്പെട്ട് ഞെട്ടി നിൽക്കുന്ന ടാബിതയുടെ അടുത്തേക്ക് വരുന്ന ഡോക്ടർ അവരെ പരിചയപ്പെടുത്തുന്നു. ആക്ച്വലി 3 ദിവസം മുൻപ് ചില ഹൈക്കേഴ്സ് ആണ് ടാബിതയെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. അങ്ങനെ ഒരു സ്ഥലത്ത് ബോധമില്ലാതെ കിടന്നിരുന്ന ടാബിയെ അവർ ഇവിടെ എത്തിച്ചു. ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ടാബിതയെ കാണിച്ച് നമ്മളെയും ഒത്തിരി എക്സൈറ്റഡ് ആക്കിയാണ് സീസൺ 2 അവസാനിച്ചത്. ഇനി നമുക്ക് നേരെ സീസൺ 3യിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്ന ടാബിയെയാണ്. സ്വന്തം ഫാമിലിയെ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാകാം അവളാകെ വിഷമിച്ച് ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും എവിടെയാണ് താനുള്ളത് എന്ന് ടാബി ഡോക്ടറിനോട് ചോദിക്കുന്നു. അത് കേട്ടിട്ട് നിങ്ങളിപ്പോൾ മെനെ എന്ന സ്ഥലത്തെ ക്യാംഡൺ എന്ന സിറ്റിയിലാണുള്ളത് എന്ന് ഡോക്ടറും പറയുന്നു. ശേഷം ഡോക്ടർ നമ്മുടെ ടാബിയുടെ ഡീറ്റെയിൽസും അതുപോലെ അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ
തന്നെ ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല. സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അവൾ തന്റെ ഫാമിലിയുടെ അവസ്ഥ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നോ പറയുന്നു. അപ്പോഴാണ് പോലീസ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു നേഴ്സ് വന്ന് പറയുന്നത്. അത് കേട്ട് ടാബിതയ്ക്ക് പേടിയാകുന്നുണ്ട്. കാരണം അവരുടെ ഒന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടാബിയുടെ കയ്യിലില്ലല്ലോ. ഇനി നടന്നതെല്ലാം പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കുകയുമില്ല. എന്നാലും ഹോസ്പിറ്റലിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ടാകുമല്ലോ. സോ ഇതെല്ലാം അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ടാബിയെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ച് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഡോക്ടർ പോയ ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ട്യൂബെല്ലാം റിമൂവ് ചെയ്ത് ഷെൽഫിലുണ്ടായിരുന്ന സ്വന്തം ഡ്രസ്സും എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ് ടാബിത. ഒരു കണക്കിന് പറഞ്ഞാൽ അവിടെ നിന്ന് ആരും കാണാതെ രക്ഷപ്പെട്ട് പുറത്ത് കടക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് എത്തുമ്പോൾ അതേസമയം തന്നെ അവിടെ പോലീസും എത്തുന്നുണ്ട്. പക്ഷേ പോലീസ് അവളെ കാണും മുൻപേ അവൾ ആ സ്ട്രീറ്റിലേക്ക് നടന്നു കയറി. ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നൊന്നും അറിയാതെ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവൾ ഇവിടെ എത്താൻ കാരണമായ ആ ബോയ് ഇൻ വൈറ്റ് ഇവിടെ റിയൽ വേൾഡിലും പ്രത്യക്ഷമാകുന്നത്. അവനവിടെ ദൂരെ നിന്ന് ടാബിയെ കൈവീശി കാണിക്കുന്നു. ഇതവനില്ലേ എന്ന് ഞെട്ടുന്ന ടാബി പെട്ടെന്ന് അവന് പിന്നാലെ വെച്ച് പിടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു കാർ അവളെ ജസ്റ്റ് മിസ്സിന് ഇടിക്കാതെ നിൽക്കുന്നുണ്ട്. ആ ഡ്രൈവർ അവളെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും ടാബി അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെറുക്കന് പിന്നാലെ തന്നെ പോകുന്നു. അങ്ങനെ അവൾ ഒരു ഷോപ്പിലെത്തി. ആ പയ്യൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം അവന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് ഇതാണ് ഒരേ ഒരു വഴി എന്നതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് പയ്യന്റെ മുഖം കാണുന്നത്. അതാണെങ്കിൽ ആ ബോയ് ഇൻ വൈറ്റ് ആയിരുന്നില്ല. മാത്രമല്ല ഈ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരുമാതിരി കോലത്തിലുള്ള ടാബി ആ ചെറുക്കന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെയുള്ള ലേഡി ചെറുക്കന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കാൻ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞ് ടാബി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷെരീഫ് ബോയ്ഡിനെയാണ്. കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ ബോയ്ഡിന്റെ ഷോൾഡറിൽ റെജി ഷൂട്ട് ചെയ്തത് ആരും മറന്നു കാണില്ലല്ലോ. സോ ആ മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കാൻ ശ്രമിക്കുകയാണ് ബോയ്ഡ്. പക്ഷേ ബോയ്ഡിന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നത് കാരണം പുള്ളിക്കത് തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെല്ലാം കണ്ട് ഓൾറെഡി മരിച്ചുപോയ ഫാദർ കാട്രിയുടെ ഇമാജിനറി രൂപം അവിടേക്ക് വരുന്നുണ്ട്. ഇത് ശരിക്കും ബോയ്ഡിന്റെ ഇമാജിനേഷൻ ആണോ എന്നറിയില്ല. എന്നാൽ പോലും കഴിഞ്ഞ സീസണിലും പുള്ളി ഇങ്ങനെ വന്ന് ബോയ്ഡിനോട് സംസാരിക്കാറുണ്ടല്ലോ. വാട്ടവർ ഫാദർ വന്ന് ബോയ്ഡിനോട് പറയുന്നത് ഇതെല്ലാം ക്രിസ്റ്റി ചെയ്തു തരുമായിരുന്നല്ലോ എന്നാണ്. എന്നാൽ ക്രിസ്റ്റിക്ക് ഇപ്പോൾ മാരിയലിനെ നോക്കേണ്ടതുണ്ട് എന്ന് ബോയ്ഡ് മറുപടി കൊടുക്കുന്നു. അത് കേട്ട് മാരിയലിനും റാൻഡലിനും ജൂലിക്കുമെല്ലാം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഫാദർ ചോദിക്കുന്നു. വെൽ അവരെല്ലാം ഓക്കെ ആയിട്ടുണ്ടാകും എന്ന മറുപടിയെ ബോയ്ഡിന് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാദർ കാട്രി ഇപ്പോൾ ബോയ്ഡിനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതായത് 3 ദിവസം മുൻപ് ബോയ്ഡിനെ ഇവിടെയുള്ള ഒരുത്തൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇവിടെയുള്ള പകുതി പേർക്കും ഇപ്പോൾ ഉറങ്ങാൻ തന്നെ പേടിയാണ്. പോരാത്തതിന് ഇപ്പോൾ ഭക്ഷണത്തിന് ഷോർട്ടേജുമുണ്ട്. അതിനൊരു സൊല്യൂഷൻ പോലും കണ്ടെത്താനായിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇവിടെയുള്ളവർ ഓക്കെയാണെന്ന് എങ്ങനെ പറയാനാണ്? മാത്രമല്ല ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പുള്ളി പറയുമ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിൽ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ എന്നാണ് ബോയ്ഡ് പറയുന്നത്. അത് കാട്രിക്ക് അത്ര പിടിച്ചില്ല. അത് മനസ്സിലാക്കുന്ന ബോയ്ഡ് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കണോ? അതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ്. അത് കേട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവരാരും ആവശ്യത്തിന് പേടിച്ചിട്ടില്ലല്ലോ, ചിലപ്പോൾ നിങ്ങൾക്കും അത്ര പേടി തോന്നിയിട്ടുണ്ടാകില്ല അല്ലേ എന്നായി ഫാദർ കാട്രി. ഇതും കൂടി ആയപ്പോൾ ബോയ്ഡിന് മതിയായി. സോ ബോയ്ഡ് തന്റെ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കെ ഒരു കാര്യം പറയുകയാണ്. കഴിഞ്ഞ ദിവസം ചേംബറിനകത്ത് വെച്ച് ആ മ്യൂസിക് ബോക്സ് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ സാധനം എന്നോട് അത് ചെയ്യരുതെന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് എന്റെ ഭാര്യയുടെ രൂപത്തിൽ വന്ന് എന്നോട് സംസാരിച്ച ആ സാധനം എന്ത് തന്നെയായാലും അതെന്റെ ഭാര്യയല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾ ശരിക്കും ആരാണ്? ബോയ്ഡിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഫാദർ കാട്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ബോയ്ഡിനും അറിയാമായിരുന്നു. അപ്പോഴാണ് അവിടെ പുറത്തായിട്ട് ഈതന്റെയും കെന്നിയുടെ അമ്മയുടെയും ശബ്ദം ബോയ്ഡ് കേൾക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈതൻ അവന്റെ അമ്മയെ കാണാതായതുകൊണ്ട് അവരെ തിരഞ്ഞിറങ്ങിയതാണ്. എന്തായാലും കെന്നിയുടെ അമ്മ അവനെ കണ്ടതുകൊണ്ട് പോകാൻ സമ്മതിച്ചില്ല. പക്ഷെ ഈതൻ ഇപ്പോഴും അമ്മയെ സഹായിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. സോ അത് കേട്ട് ബോയ്ഡ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഫാദർ കാട്രി അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. എനിവേ ഈതൻ നല്ല വാശിയിലാണ്. ഈതനെ കണ്ടുകിട്ടിയെന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛൻ ജിമ്മും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഈതനാണെങ്കിൽ നീയല്ലേ ഇവരോട് ഇത് പറഞ്ഞു കൊടുത്തത്, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്ന വിക്ടറിനോട് ചോദിക്കുന്നുണ്ട്. അതായത് വിക്ടർ ആയിരിക്കാം ഈതൻ ഇങ്ങനെ അമ്മയെ തിരഞ്ഞു പോയ കാര്യം ഇവരെയെല്ലാം അറിയിച്ചത്. എന്തുതന്നെയായാലും വിക്ടർ ഈതന് മുഖം കൊടുക്കാതെ അവിടെ നടക്കുകയാണ്. ഈതൻ അമ്മയെ കണ്ടുപിടിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ ജിമ്മ് എങ്ങനെയൊക്കെയോ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീടിനകത്തേക്ക് വിടുന്നു. അപ്പോഴാണ് ഈതനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കി ജൂലിയും അങ്ങോട്ടേക്ക് വരുന്നത്. അക്കാര്യത്തിൽ അവൾക്ക് സമാധാനം ഉണ്ടെങ്കിലും അമ്മയെ കാണാത്തതിലുള്ള സങ്കടം കൊണ്ടായിരിക്കാം ജൂലി ജിമ്മിന് മുഖം കൊടുക്കാതെ മാറിപ്പോകാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ജിമ്മിന് വിഷമമാകുമ്പോൾ ഇതൊന്നും തന്നെ നിങ്ങളുടെ തെറ്റല്ല ഡാഡ് എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ നിന്നിരുന്ന ബോയ്ഡും ഒരു എമ്പതിയോടെ ജിമ്മിനെ നോക്കുന്നുണ്ട്. ശേഷം നമ്മൾ കാണുന്നത് ടബിതിയെ അന്വേഷിക്കാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന ജിമ്മിനെയാണ്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ബോയ്ഡ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ജിമ്മ് തയ്യാറല്ല. കാരണം ഈതനിപ്പോൾ അമ്മയെ തിരക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചു. ജൂലിയാണെങ്കിൽ അവളോടൊന്ന് സംസാരിക്കാൻ പോലും നിന്ന് തരുന്നില്ല. അതായത് അവർക്കിപ്പോൾ അവരുടെ
അവരുടെ അമ്മയെ വളരെയധികം ആവശ്യമുണ്ട്. അപ്പോ പിന്നെ താൻ വേറെ എന്ത് ചെയ്യാനാണ് എന്ന് ജിം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇത് മാത്രം ചെയ്യണ്ട എന്ന് ബോയ്ഡ് പറയുന്നു. കാരണം രാത്രിയായാൽ ആ കാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ബോയ്ഡിന് ഏറെക്കുറെ അറിയാമല്ലോ. പക്ഷേ ഞാൻ താലിസ്മാൻ എന്റെ ടെന്റിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് ആയി ജിം ഇറങ്ങുകയാണ്. സോ ജിമ്മിനെ തടയാനായിട്ട് ബോയ്ഡ് ഇപ്പോൾ മുൻപ് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ജിം, ഞാൻ ഓൾറെഡി അന്ന് സേറയുമായിട്ട് പോയപ്പോൾ കാട്ടിൽ വെച്ചതിനെ ട്രൈ ചെയ്തതാണ്. ഞങ്ങളുടെ ടെന്റിൽ താലിസ്മാൻ ഉണ്ടായിട്ട് പോലും ആ ടെന്റ് ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അന്നവിടെ എന്താണ് സംഭവിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ബോയ്ഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ എന്നായിരുന്നു ജിമ്മിന്റെ ചോദ്യം. അത് കേട്ട് ബോയ്ഡ് പറയുന്നത് തലനാരിടയ്ക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചെത്തി എന്നാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ജിമ്മിനൊരു കുലുക്കവുമില്ല. അവൻ ഇനി കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യവുമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്നെപ്പോലെ നിനക്കും അറിയാം അവൾ ഓൾറെഡി എന്ന് ബോയ്ഡ് പറഞ്ഞു തുടങ്ങുന്നതും നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ദേഷ്യത്തോടെ ജിം വാൺ ചെയ്തതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവരുടെ സംസാരത്തിനിടയിലേക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കെന്നി വരുന്നു. ജിം അവന്റെ ഭാര്യയെ കണ്ടെത്താനായി പോവുകയാണ് എന്ന് കെന്നിയോടും പറയുന്നു. സോ ഇനി ജിമ്മിനോട് എന്തു പറഞ്ഞാലും അവൻ തീരുമാനം മാറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ബോയ്ഡ് അങ്ങോട്ടേക്ക് സേഫായിട്ട് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതേസമയം കോളനി ഹൗസിലെ റെസ്റ്റ് റൂമിൽ വൊമിറ്റ് ചെയ്യുകയാണ് ഫാത്തിമ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്ന് കഴിഞ്ഞ സീസണിൽ റിവീൽ ആയതാണല്ലോ. സോ അവൾക്ക് അതിൻ്റെതായിട്ടുള്ള വൈയായികകളുമുണ്ട്. ഇവളിങ്ങനെ കുറെ നേരമായി ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് പുറത്ത് ഡോറിൽ തട്ടി ഇറങ്ങാൻ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് ഒരു ലേഡി. കാരണം ആ ലേഡിക്ക് റെസ്റ്റ് റൂമിൽ പോകാൻ കുറച്ച് അർജൻസി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ ലേഡി ഡോർ തല്ലിപ്പൊളിക്കുമെന്നായപ്പോൾ ഫാത്തിമ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇവളിങ്ങനെ കുറെ നേരം അകത്തിരുന്നതിലുള്ള ദേഷ്യം പുള്ളിക്കാരി പ്രകടിപ്പിക്കുന്നുമുണ്ട്. കാരണം ഇവിടെ ആർക്കും പ്രത്യേകം പ്രിവിലേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നതാണ് അവരുടെ ഭാഗം. അത് കേട്ട് വേറൊരു ലേഡി ഈ സംസാരം നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ഇവിടെ കാത്തുനിന്ന പെണ്ണ് ഭയങ്കര കലിപ്പിലാണ്. ആക്ച്വലി നമ്മുടെ എലീസ് വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ അവനോടും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ ലേഡി റെസ്റ്റ് റൂമിലേക്ക് കയറുന്നത്. അത് കണ്ട് ഫാത്തിമയെയും കൂട്ടി എലീസ് അവിടെ നിന്ന് പോകുമ്പോൾ അവൻ അവളെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവനൊത്തിരി വറീഡാണ്. സോ ഫാത്തിമയുടെ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവൻ അവളെ റൂമിലേക്ക് അയക്കുന്നു. അത് കണ്ട് അവിടെ ഇരുന്നിരുന്ന മറ്റേ അമ്മുമ്മ എലീസിന്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യത്തെ കുറച്ച് മാസം അല്പം പ്രയാസം ഉണ്ടാകും, പക്ഷെ അവൾ ഓക്കെ ആകും എന്ന് ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഡോണ വന്ന് എലീസിനെയും കൂട്ടി വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. അതിനിടയിൽ ഇത്ര നേരത്തെ വിളവെടുക്കണോ എന്ന് എലീസ് ഡോണയോട് ചോദിക്കുന്നുമുണ്ട്. പക്ഷേ അവരുടെ പകുതിയോളം വിളകളും ഇതിനോടകം നശിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നഷ്ടപ്പെടുത്താൻ ഡോണ തയ്യാറല്ല. അതും പറഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ കിളി പോയ പോലെ നടക്കുന്ന എൽജിനെ കണ്ട് ഇവൻ ഇതുവരെ ഉറങ്ങിയിട്ടേയില്ലേ എന്ന് ആശ്ചര്യപ്പെടുകയാണ് ഡോണ. അറിയില്ല എന്ന ഭാവത്തിൽ എലീസ് നിൽക്കുമ്പോൾ അതെന്തെങ്കിലും ആകട്ടെ, നമുക്കിപ്പോൾ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എലീസിനെയും കൂടി ഡോണ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം നമ്മുടെ ബോയ്ഡ് ആണെങ്കിൽ ജിമ്മിന് സേഫ് ആയിട്ട് പോകാനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം കൊടുക്കുകയാണ്. അതായത് ബോയ്ഡും സേറയും മുൻപ് ലൈറ്റ് ഹൗസ് കണ്ടെത്തിയ അന്ന് ബോയ്ഡിന് പണ്ട് താലിസ്മാൻ കിട്ടിയ ചെറിയ കല്ലുകൊണ്ടുള്ള ഗുഹയിൽ നിന്നാണ് അവർ യാത്ര തുടങ്ങിയത്. അതുപോലെ അവരൊരു ടെന്റിൽ സ്റ്റേ ചെയ്തതും അന്ന് നടന്നതുമൊക്കെ പറഞ്ഞതിന് ശേഷം ബോയ്ഡ് ജിമ്മിനെ ഉപദേശിക്കുന്നത് ഇതാണ്: നിങ്ങൾ ആ ഗുഹയിൽ നിന്നും രാവിലെ യാത്ര തുടങ്ങുകയാണെങ്കിൽ എവിടേക്കാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് അതിനടുത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ രാത്രി തിരിച്ച് സേഫ് ആയിട്ട് എത്താനുള്ള സ്ഥലവുമാകും. അത് കേട്ട് ജിമ്മിന് ബോയ്ഡ് പറയുന്നതിൽ കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കെന്നി പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് സേറയും ബോയ്ഡും ഒരുമിച്ചല്ലേ അന്ന് പോയത്. സോ കെന്നിയും ജിമ്മിന്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അത് കേട്ട ഉടനെ കെന്നിയെ വിളിച്ച് വളരെ ദേഷ്യത്തോടെ ബോയ്ഡ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ മനസ്സോടെയാണ് ജിമ്മ് പോകുന്ന കാര്യം ബോയ്ഡ് സമ്മതിച്ചത്. അപ്പോഴാണ് അടുത്ത ആളും തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ബോയ്ഡ് എന്താണ് പറയാൻ പോകുന്നതെന്ന് കെന്നിക്കറിയാം. പക്ഷേ ജിമ്മിനെ തനിച്ചാക്കി കാട്ടിലേക്ക് വിടാൻ കെന്നി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ബോയ്ഡ് എന്തൊക്കെ പറഞ്ഞാലും കെന്നി സ്ട്രോങ് ആയിട്ട് എതിർക്കാൻ തയ്യാറായിരുന്നു. കാരണം പാരന്റ്സ് നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് കെന്നിക്കറിയാം. സോ ജൂലിക്കും ഈതനും ഒരേ സമയം അവരുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അവനാകുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല ബോയ്ഡ് എന്ന് പറഞ്ഞിട്ട് കെന്നി അവിടെ തർക്കിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാറിലെ വിൻഡോ ഗ്ലാസ് ഉടയുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് ഒരു ഗണ്ണും എടുത്ത് എന്തിനും തയ്യാറായി ബോയ്ഡും പുറകെ കെന്നിയും അങ്ങോട്ടേക്ക് പോകുന്നു. ആക്ച്വലി അവിടെ നിലത്ത് കിടന്ന് എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പുലമ്പുകയാണ് ജെയ്ഡ്. അവനാണെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ ആ ഒരു ഗുഹക്കുള്ളിൽ കയറിയപ്പോൾ മുകളിലായിട്ട് അവൻ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു സിമ്പിൾ കണ്ടിരുന്നല്ലോ. എക്സാക്ട്ലി അതുപോലെ തുണിയും നൂലുമൊക്കെ വെച്ച് അതുണ്ടാക്കാൻ നോക്കിയിട്ട് അതും നോക്കി കിടക്കുകയാണ് ആശാൻ. ഇവനിത് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നൊന്നും ബോയ്ഡിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ജെയ്ഡ് ഈ സിമ്പിളുമായിട്ട് ഒബ്സസ്ഡ് ആണെന്ന് കെന്നിക്കറിയാം എന്നുള്ള കാര്യം കെന്നി പറയുന്നു. കാരണം ജെയ്ഡ് ഈ പിക്ചറൊക്കെ ബുക്കിൽ വരച്ചതും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം കെന്നി മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ജെയ്ഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചധികം മോശമാണ്. സോ ജെയ്ഡിനെ
സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് ബോയ്ഡ് തീരുമാനിക്കുന്നത്. ഇതേ സമയം നമ്മൾ കാണുന്നത് റിയൽ വേൾഡിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നടക്കുന്ന ടാബിതയെയാണ്. അവിടെ സ്ട്രീറ്റിലായിട്ട് 2 പെൺകുട്ടികൾ സെൽഫി എടുക്കുന്നത് കണ്ടിട്ട് ടാബി അവരെ നോക്കുമ്പോൾ ആ ഗേൾസിൽ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ടാബി അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ഫോൺ തരാമോ എന്ന് ചോദിക്കുന്നു. തരാൻ പറ്റില്ല എന്ന് അവളെ ഇഷ്ടപ്പെടാത്ത കുട്ടി പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് മറ്റേ പെൺകുട്ടി ഫോൺ കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ടാബി ഇപ്പോൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അവളുടെ അമ്മയെയാണ്. കോൾ ചെയ്യുന്നത് ടാബിയാണെന്ന് അറിഞ്ഞിട്ട് അവളുടെ അമ്മയും ഒത്തിരി ഹാപ്പിയാകുന്നുണ്ട്. കാരണം കുറെ നാളായിട്ട് ടാബിയും അവളുടെ ഫാമിലിയും മിസ്സിംഗ് ആണല്ലോ. അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവരിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇവരെ കാണാതായത് മുതൽ അമ്മ ഒത്തിരി പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ ടാബിതയ്ക്കും സാധിക്കുന്നില്ല. കാരണം ജിമ്മും മക്കളും ഇപ്പോൾ ഇവളുടെ കൂടെ ഇല്ലല്ലോ. ഇത്രയും ബാഡായ ഈ ഒരു സിറ്റുവേഷനിൽ അവൾക്ക് അമ്മയുടെ സൗണ്ട് കേൾക്കാനും അതുപോലെ ഇത്രയും നാൾ ഇവരെ കാണാതെ വിഷമിച്ചിരുന്ന അമ്മ തന്റെ ശബ്ദം കേൾക്കണമെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടുമാണ് ടാബി ഈ ഒരു കോൾ ചെയ്തത്. അവൾ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും മിസ് ചെയ്യുന്നു എന്നുമെല്ലാം കരഞ്ഞുകൊണ്ട് പറയുന്നു. അതുപോലെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് അവർ തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ട്. പിന്നെ ജിമ്മും കുട്ടികളും അമ്മയോട് ഹായ് പറയുന്നു. എന്നാലും അവൾ അമ്മയോട് കള്ളം പറയുകയാണ്. ടാബിതയുടെ യഥാർത്ഥ സിറ്റുവേഷൻ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാതെ അവൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആക്ച്വലി കോൾ കട്ട് ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നാൽ പോലും ടാബിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒത്തിരി വിഷമത്തോടെ അവൾ ആ ഒരു കോൾ കട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ ഫോൺ തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴും എന്തിനാ നീ ഈ സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഫോൺ കൊടുക്കുന്നത് എന്നൊരു ഭാവത്തിൽ മറ്റേ പെൺകുട്ടി ഈ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം വളരെ വളരെ വിഷമത്തോടുകൂടി ടാബി അവിടെ നിൽക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു ചർച്ചിലെ മണി മുഴങ്ങുന്നത് കേൾക്കുന്നത്. ഇതേ സമയം ടാബിയെ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി ഭക്ഷണമെല്ലാം കളക്ട് ചെയ്യാനും അമ്മയെ കണ്ട് യാത്ര പറയാനുമായിട്ട് റെസ്റ്റോറന്റിലേക്ക് വരികയാണ് കെന്നി. കൂടെ നമ്മുടെ ക്രിസ്റ്റിയും ഉണ്ട് കേട്ടോ. യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ കുറച്ചധികം ഭക്ഷണം അവർക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കെന്നിയെ കൂടി നഷ്ടപ്പെടുത്താൻ അമ്മ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അവനോട് പോകാതിരുന്നുകൂടെ എന്നവർ ചോദിക്കുന്നുമുണ്ട്. അതവൻ സമ്മതിക്കാത്തത് കൊണ്ട് സൂക്ഷിച്ചു പോകണമെന്നും തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്നും അമ്മ അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുന്നു. താൻ പോകുന്നതിൽ അമ്മയ്ക്കും ക്രിസ്റ്റിക്കും പേടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കെന്നി പേടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ സംഭവിക്കുമെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ജിമ്മിന്റെ വീട്ടിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഡാഡി ശരിക്കും അമ്മയെ അന്വേഷിച്ചു പോവുകയാണ് എന്നറിഞ്ഞ സന്തോഷത്തിലാണ് ഈതൻ. എന്നാൽ ഡാഡി പോയതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ ഈതൻ ഓടിപ്പോകാൻ ശ്രമിക്കരുതെന്ന് ജിം അവനോട് പറയുന്നുണ്ട്. ഈതനും അത് സമ്മതിക്കുന്നു. അതുപോലെ സേഫായിട്ട് പോയി വരണമെന്ന് ജിമ്മിനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുകയാണ് ജൂലി. അത് കേട്ട് സന്തോഷത്തോടെ പ്രോമിസ് ചെയ്ത് ജൂലിയെ ഹഗ് ചെയ്തതിനു ശേഷം ജിമ്മും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവിടെ പുറത്ത് കാത്തു നിന്നിരുന്ന കെന്നിയുടെ അടുത്തേക്ക് ജിമ്മും കൂടി വരുന്നു. അവർ രണ്ടുപേരും പുറപ്പെടുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളെല്ലാം ഓർമ്മ വേണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞാണ് ബോയ്ഡ് അവരെ യാത്രയാക്കുന്നത്. അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ബോയ്ഡ് അവിടെ നിൽക്കുമ്പോൾ എലീസ് ഓടി വന്നിട്ട് ബോയ്ഡിനെയും കൂട്ടി അവരുടെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. അവിടെ ഡോണയും കുറച്ച് ആളുകളും അഴുകിയ ക്യാരറ്റ്സും പൊട്ടറ്റോസും എല്ലാം കണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ വിളകളെല്ലാം യൂസ്ലെസ് ആയി മാറിയിരിക്കുകയാണ്. അതായത് അവരുടെ പക്കൽ ഇനി അധികം ഭക്ഷണ സാധനങ്ങൾ ബാക്കിയില്ല. ആളുകളെല്ലാം ഇതറിഞ്ഞാൽ തീർച്ചയായിട്ടും പാനിക്കാകും. സോ എത്ര പേർക്ക് ഈ ഫുഡിന്റെ അവസ്ഥയും കാര്യങ്ങളുമൊക്കെ അറിയാമെന്ന് ബോയ്ഡ് വളരെ ആശങ്കയോടെ ഡോണയോട് ചോദിക്കുന്നു. ഇതേ സമയം ബോയ്ഡ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫുഡിന്റെ കാര്യം അറിഞ്ഞ എല്ലാവരും റെസ്റ്റോറന്റിലേക്ക് വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയിരുന്നു. കാരണം ഇനി അവർക്ക് കൃഷി ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ബാക്കിയുള്ള നാളുകളിൽ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണമെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു റെസ്റ്റോറന്റിലായിരുന്നു. സോ അതൊന്നും കീപ് ചെയ്യാനുള്ള റൈറ്റ്സ് കെന്നിയുടെ അമ്മയ്ക്കില്ല എന്നും എല്ലാവർക്കും അതിൽ അവകാശമുണ്ട് എന്നും പറഞ്ഞിട്ട് ആളുകൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്നാൽ ഇത്രയും നാൾ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഈ സ്ത്രീ ഇതെല്ലാം എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഇവിടെ സൂക്ഷിക്കുന്നതെന്നും ഇനിയും സാധനങ്ങൾ അവർ കൊണ്ടുവരുമെന്നും ഒക്കെ പറഞ്ഞ് ആളുകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കേട്ട് ഇനി ആരും ഒന്നും കൊണ്ടുവരില്ല എന്നും വിളകളെല്ലാം നശിച്ചു പോയി എന്നും അതുപോലെ ഇവിടെയുള്ള ഭക്ഷണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നും പറഞ്ഞ് അവരെല്ലാം റെസ്റ്റോറന്റിലേക്ക് അതിക്രമിച്ച് കയറുന്നു. കെന്നിയുടെ അമ്മ ആവുന്നത്ര ശ്രമിച്ചിട്ടും അവരെ തടയാൻ സാധിച്ചില്ല. ഇതേ സമയം അവിടുത്തെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരാടിനെയും എടുത്ത് പോകാൻ ശ്രമിക്കുന്ന റാൻഡലിനെ തടയാനായിട്ട് കുട്ടി ഈതൻ വരുന്നു. കാരണം ആ ആട് ഈതന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. ഈതൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല എന്ന് കാണുന്ന വിക്ടറും റാൻഡലിന്റെ അടുത്ത് വന്നിട്ട് ആടിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന്റെ ക്യാരക്ടർ ഭയങ്കര ബാഡാണെന്ന് അറിയാമല്ലോ. അവൻ വിക്ടറിനെ തള്ളി മാറ്റിയിട്ട് വാൺ ചെയ്യുകയാണ്. ദേഷ്യം കയറുന്ന വിക്ടർ ആണെങ്കിൽ തന്റെ തോക്കിയെടുത്തിട്ട് റാൻഡലിന് നേരെ ചൂണ്ടുന്നു. അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് ബോയ്ഡും പിന്നെ കുറെ ആളുകളും അവിടെ കൂടിയിരുന്നു. പക്ഷേ വിക്ടറിന്റെ കയ്യിലെ തോക്ക് കണ്ടപ്പോൾ റാൻഡൽ ഒരു
നിമിഷം ശരിക്കും പേടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബോയ്ഡ് വന്ന് എങ്ങനെയൊക്കെയോ വിക്ടറിനെ സമാധാനിപ്പിച്ച് ആ ഒരു തോക്ക് വാങ്ങുന്നു. വിക്ടറിന്റെ കയ്യിൽ നിന്നും തോക്ക് മാറ്റിയപ്പോൾ തന്നെ റാൻഡലിന് വീണ്ടും അഹങ്കാരമായി. സോ അവന് ആടിനെയും എടുത്ത് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബോയ്ഡ് അവനോട് പറയുന്നത് ഇവർക്കിപ്പോൾ വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിലേറ്റവും ഇമ്പോർട്ടന്റ് ഈ മൃഗങ്ങളാണ്. കാരണം അവറ്റകൾ തരുന്ന പാലും മുട്ടയും എല്ലാമാണ് ഇപ്പോൾ ആകെയുള്ള റിസോഴ്സ്. ഇതെല്ലാം ബോയ്ഡ് പറയുന്നത് റാൻഡലിനോടായിരുന്നെങ്കിലും അവിടെ കൂടി നിൽക്കുന്ന മറ്റു ആളുകളും ഇത് കേൾക്കുന്നുണ്ടല്ലോ. സോ എല്ലാവരോടുമായി ബോയ്ഡ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും പേടിയുണ്ടെന്നറിയാം, അതുപോലെ എല്ലാവർക്കും വിശപ്പും ഉണ്ടാകും. പക്ഷേ നമ്മൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെയാണുള്ളത്. ഇനിയും നമുക്ക് ജയിക്കാൻ സാധിക്കും. പക്ഷേ എന്ത് തന്നെ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. എല്ലാം നിലനിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ സ്ഥലത്തിന് നമ്മളെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നത്. സോ ഇതെല്ലാം ഒന്ന് ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം തരൂ. ബോയ്ഡ് ഇതെല്ലാം പറഞ്ഞ് ആ ആടിനെ റാൻഡലിന്റെ പക്കൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൊടുക്കാൻ അവൻ അപ്പോഴും തയ്യാറാകുന്നില്ല. അപ്പോൾ എലീസും റാൻഡലിനോട് മര്യാദക്ക് അതിനെ കൊടുക്കാൻ പറയുന്നു. എന്നാൽ ഇവരിത്രയൊക്കെ പറഞ്ഞിട്ടും ഇവന്മാരുടെ അടുത്തൊന്നും ഒരു പ്ലാനും ഉണ്ടാകില്ല എന്നും എന്തേലും ചെയ്യട്ടെ എന്നും പുലമ്പിക്കൊണ്ട് മനസ്സിലാ മനസ്സോടെ റാൻഡൽ ആടിനെ അവർക്ക് കൊടുക്കുന്നു. വാട്ടവർ ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ ഈതൻ നല്ല ഹാപ്പിയായി. അൽമ എന്നാണ് ആ ആടിന്റെ പേര്. സോ അൽമയെയും കൂട്ടി ഈതൻ അതിന്റെ തൊഴുത്തിലേക്ക് പോകുന്നു. ഇതേ സമയം കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ജിം അവന് കൂട്ടായി വന്ന കെന്നിയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കെന്നിയും നടക്കുമ്പോഴാണ് പെട്ടെന്ന് മുന്നിലായിട്ട് ഒരു മനുഷ്യന്റെ തലയുടെ അസ്ഥികൂടത്തിനോട് സമാനമായിട്ടുള്ള ഒന്നിൽ കാട്ടുവള്ളികളും മരക്കൊമ്പുമെല്ലാം വെച്ച് വളരെ വിചിത്രമായിട്ടുള്ള ഒരു രൂപം അവർ കാണുന്നത്. അത് കണ്ടവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പുറത്തായിട്ട് ഇതുപോലെ മറ്റൊരു രൂപം കാണുന്നത്. അത് കണ്ട് ജിം രണ്ടാമത്തെ രൂപത്തിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു വഴികാട്ടിയെ പോലെ കുറേയേറെ അതുപോലത്തെ രൂപങ്ങൾ അപ്പുറത്തുണ്ട്. ജിം അതിന് പിന്നാലെ പോകുമ്പോൾ കെന്നി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നമ്മളിതുവരെ കണ്ട ഈ കാട്ടിൽ ഇങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടാണല്ലോ. ബോയ്ഡ് പറഞ്ഞു കൊടുത്ത കഥകളിലും ഇത്തരം രൂപമോ സ്ഥലമോ ഇല്ല. അതുകൊണ്ട് തന്നെ കെന്നിക്ക് നല്ല പേടിയുണ്ട്. എന്നാൽ ഒരു കൗതുകം തോന്നി ജിം ആ വഴിയിലൂടെ തന്നെ പോകുന്നു. കെന്നിക്കും പുറകെ പോയല്ലേ പറ്റൂ. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് മരത്തടിയിൽ തീർത്ത കുറച്ച് കുഞ്ഞു വീടുകളിലാണ്. ജിം അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ ഇരുട്ടാകാറായി, തിരിച്ചു പോകാം എന്നൊക്കെ കെന്നി പറയുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ താലിസ്മാൻ തൂക്കിയിട്ട് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്നും നാളെ രാവിലെ ഇവിടെ നിന്നും യാത്ര തുടങ്ങാമെന്നുമാണ് ജിമ്മ് പറയുന്നത്. ജിമ്മിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് കെന്നി ശ്രമിക്കുന്നുണ്ട്. കാരണം ബോയ്ഡ് പറഞ്ഞതനുസരിക്കണം എന്നാണ് കെന്നിയുടെ തീരുമാനം. ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ബോയ്ഡ് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ചിലപ്പോൾ ബോയ്ഡ് ആ ഒരു ടെന്റിനകത്തിരുന്നപ്പോൾ നടന്ന ഇൻസിഡന്റിൽ അവർ ഈ സ്ഥലമൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ന് ജിമ്മ് ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് പരിശോധിച്ച ശേഷം മാത്രം നമുക്കൊരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് കെന്നി അവിടെയെല്ലാം നോക്കുന്നു. അങ്ങനെ ജിമ്മും അവന്റെ ഒപ്പം തന്നെ കൂടുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് നേരത്തെ കണ്ട ചർച്ചിലേക്ക് വന്ന് അവിടുത്തെ ഫാദറിനടുത്ത് കുമ്പസരിക്കാനിരിക്കുന്ന ടാബിതയെയാണ്. അവൾ അവസാനമായിട്ട് കുമ്പസരിച്ചത് എന്നാണ് എന്നൊന്നും ടാബിക്ക് ഓർമ്മയില്ല. പക്ഷെ അവൾക്ക് ഇപ്പോൾ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചേ മതിയാകൂ. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയില്ല. താൻ ആരാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ കേട്ടാൽ അവൾക്ക് ഭ്രാന്താണെന്നേ ആളുകൾ കരുതൂ. എന്നാലും അവൾക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ടാബി ഫാദറിനോട് പറയുമ്പോൾ ആസ് യൂഷ്വൽ ഫാദർ ദൈവികമായിട്ട് അവൾക്ക് മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവൾ ഇവിടെ വന്നത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനല്ല. അതെന്താ എന്ന് ഫാദർ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഹൊറിബിളായ സ്ഥലം ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറാകില്ലായിരുന്നു. അതുപോലെ ഈ വേദനയും സഹനവുമെല്ലാം എങ്ങനെയാണ് തരാൻ സാധിക്കുന്നത്? ശരിക്കും ആ ഒരു ദൈവം തന്നെയാണ് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിയെടുത്തതും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ടാബിത അവിടെ നിന്നിറങ്ങുന്നു. കൂടുതൽ സംസാരിക്കാൻ സാധിക്കാതെ ടാബി പോകാൻ ശ്രമിക്കുമ്പോൾ ഫാദറും അവളുടെ പുറകെ പോയിട്ട് ടാബിക്ക് നഷ്ടപ്പെട്ട മകനെ കുറിച്ച് ചോദിക്കുകയാണ്. അത് കേട്ട് ടാബിയും ഒരു നിമിഷം അവിടെ നിൽക്കുന്നു. ശേഷം തോമസ് എന്ന തന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേറെയും കുട്ടികളുണ്ടോ എന്ന് ടാബിയുടെ പക്കലുള്ള ആ ഒരു ലഞ്ച് ബോക്സ് കണ്ട് ചോദിക്കുകയാണ് ഫാദർ. ആ ലഞ്ച് ബോക്സ് വിക്ടർ എന്ന പേരുള്ള മനുഷ്യന്റെ ആണെന്നും താൻ പുറപ്പെടുന്നതിന് മുൻപ് അവൻ കുറച്ച് സ്നാക്സ് എല്ലാം തന്നയച്ചതാണെന്നും ടാബി അദ്ദേഹത്തോട് പറയുന്നു. അത് കേട്ടിട്ട് നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് എന്ന സംശയത്തോടെ ഫാദർ ചോദിക്കുമ്പോൾ രാത്രിയിൽ മോൺസ്റ്റേഴ്സ് ഇറങ്ങുന്ന സ്ഥലം, ആർക്കും തിരികെ പോകാൻ സാധിക്കാത്ത സ്ഥലം. പക്ഷേ ഞാനൊരു ട്രീയുടെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ലൈറ്റ് ഹൗസിൽ എത്തിപ്പെട്ടു. അതിനുശേഷം ഒരു ചെറിയ പയ്യൻ വന്ന് ഇതാണ് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി താഴെയിട്ടു. എവിടേക്കുള്ള ഒരേ ഒരു വഴി എന്നാണ് അവൻ പറഞ്ഞത് എന്നൊന്നും അറിയില്ല. ശരിക്കും ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നൊന്നും തന്നെ എനിക്കറിയില്ല. എന്റെ ഫാമിലി ഇപ്പോഴും ആ നശിച്ച സ്ഥലത്ത് അകപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് തിരികെ അവരുടെ അടുത്തേക്ക് എത്തേണ്ടതെന്നും എനിക്കറിയില്ല. എന്നെല്ലാം മനസ്സിലുള്ള കാര്യങ്ങൾ ഫാദറിനോടൊരു മടിയും കൂടാതെ ടാബിത തുറന്നു പറയുന്നു.
അതെല്ലാം കേട്ട് അത്ഭുതപ്പെടുന്ന ഫാദർ വിക്ടർ കൊടുത്തയച്ച സ്നാക്സിനെ കുറിച്ച് ചോദിക്കുന്നു. കാരണം ടാബിതയുടെ ഇപ്പോഴത്തെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ അവളെ ഒന്ന് കാമാക്കാനാണ് ഫാദർ ഇങ്ങനെ പറയുന്നതെങ്കിലും ഇതൊരു തരത്തിൽ നിയോഗമാണോ എന്നറിയില്ല. ഫാദറിന്റെ വാക്ക് കേട്ട് ടാബി ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരു കുറിപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഫാദറിനോട് താങ്ക്സും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടാബി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയം നമ്മുടെ കോളനി ഹൗസിൽ മര്യാദക്കൊന്നും ഉറങ്ങാൻ സാധിക്കാതെ ക്ഷീണിച്ചിരിക്കുകയാണ് എൽജിൻ. അവന്റെ കൂടെ ബസ്സിൽ വന്ന മറ്റേ അമ്മൂമ്മയും അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവനിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ട് ഉറങ്ങിക്കോളാൻ അമ്മൂമ്മ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, എൽജിന് അവനെ ആരോ നിരീക്ഷിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ അവൻ ഉറക്കം എണീക്കുമ്പോൾ അത് അവന് ഓർക്കാൻ സാധിക്കുന്നില്ല. അവൻ പറയുന്നത് കേട്ട് അത് അവളാണോ എന്ന് അമ്മുമ്മ ഒരു ഭയത്തോടെ ചോദിക്കുമ്പോൾ മുൻപ് എൽജിനെ ബാത്ത് ടബിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച അതേ രൂപം അവന്റെ അടുത്തേക്ക് വന്ന് മുഖത്ത് പിടിക്കുന്നു. എൽജിൻ പേടിച്ചൊരു അവസ്ഥയിലാകുമ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടത് വെറുമൊരു സ്വപ്നമായിരുന്നു. പക്ഷെ റിയലായിട്ട് അവന്റെ അടുത്ത് അമ്മുമ്മ ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നമായിരുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ബോയ്ഡും ഡോണയും പിന്നെ കെന്നിയുടെ അമ്മയും ചേർന്ന് നടത്തുന്ന ഒരു ഡിസ്കഷനാണ്. ഫുഡിന്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. പക്ഷേ ഡോണയാണെങ്കിൽ ആ വിളകളെല്ലാം നശിച്ചു പോയ ഫ്രസ്ട്രേഷനിലാണ് ഉള്ളത്. സോ ബോയ്ഡ് പറയുന്നത് ആ ആടുകളെയും കോഴികളെയും എല്ലാം ഉപയോഗിക്കാമല്ലോ എന്നാണ്. എന്നാൽ ഈ മണ്ണെല്ലാം തന്നെ പോയിസണഡ് ആണ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യുകയാണ് ഡോണ. ഡോണയെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ബോയ്ഡ് നിങ്ങളെന്താ തോറ്റുകൊടുക്കാൻ പോവുകയാണോ? എന്നെ നോക്ക് ഡോണ, നമ്മളിവിടെ കിടന്ന് ചാവാൻ നിന്നു കൊടുക്കണമെന്നാണോ? എന്നെ അതിന് എന്തായാലും കിട്ടില്ല. നമുക്കിവിടെ എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഒന്ന് ബാക്കിയുണ്ട്. നമുക്ക് ആ എനിമൽസിനെ അറക്കാം. ഒന്ന് പിടിച്ചു നിൽക്കാൻ അത് മതിയാകും. അതല്ല, ഇനി ഫാത്തിമയോട് പോയി അവളുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ അത് വിശന്നിരിക്കേണ്ടി വരുമെന്ന് പറയാനാണെങ്കിൽ പോയി പറ ഡോണ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. അത് കേട്ട് നമുക്ക് ചെറിയ ക്രോപ്സ് നടാമെന്ന് കെന്നിയുടെ അമ്മ പറയുന്നു. അതും പലയിടങ്ങളിലായി പല മണ്ണിൽ പരീക്ഷിക്കാമെന്ന് കേൾക്കുമ്പോൾ ബോയ്ഡ് ഒന്ന് കൂളാകുന്നുണ്ട്. അപ്പോൾ ഈ അനിമൽസിനെ അറക്കുകയാണെങ്കിൽ എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ പശുക്കളെ വെച്ച് 1 മാസമോ അതിൽ കൂടുതലോ സർവൈവ് ചെയ്യാം എന്ന് ഡോണ പറയുന്നു. അപ്പോൾ ആടുകളുടെ കാര്യമോ എന്ന് പറയുമ്പോഴാണ് അതെല്ലാം കേട്ട് ഈതൻ അവിടെ നിൽക്കുന്നത് അവർ കാണുന്നത്. അതിനെയെല്ലാം മറക്കാൻ പോവുകയാണെന്ന് കേട്ട ഈതൻ വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവന്റെ അടുത്തേക്ക് ബോയ്ഡ് വന്നിട്ട് നീ ഞങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ടൗണിലെ ആളുകളുടെ വിശപ്പടക്കാൻ വേണ്ടി മൃഗങ്ങളെയെല്ലാം കൊല്ലാൻ തീരുമാനിച്ചല്ലേ എന്ന് ഈതൻ ചോദിക്കുന്നു. അതവന് വിഷമമുള്ള കാര്യമായതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്താൻ സാധിക്കുമോ എന്നും ഈതൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടൗണിലെ എല്ലാവരെയും രക്ഷിക്കാനും അവരുടെ ജീവൻ നിലനിർത്താനും സഹായിക്കാൻ കഴിവുള്ളത് ആ എനിമൽസിനാണ്. അവർ ശരിക്കും ഹീറോസ് ആവാൻ പോവുകയാണ് എന്ന് ബോയ്ഡ് പറയുന്നു. അത് കേട്ട് കൊച്ചി ഈതൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയായ അൽമയെ തന്നെ ആദ്യം മറക്കുമോ എന്നായിരുന്നു. അതിന്റെ കാരണം ബോയ്ഡ് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ അൽമയുടെ ഫ്രണ്ട്സ് എല്ലാം മരിക്കുന്നത് അവൾക്ക് കാണേണ്ടി വരില്ലല്ലോ. ആ കൊച്ചു ചെറുക്കന്റെ മനസ്സിൽ ആ മിണ്ടാപ്രാണികൾക്കുള്ള സ്ഥാനവും അതിനോടുള്ള സ്നേഹവും അത്ര വലുതായിരുന്നു. അത് മനസ്സിലാക്കുന്ന ബോയ്ഡും അവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം വിക്ടറിന്റെ ലഞ്ച് ബോക്സിൽ എഴുതിയിരുന്ന ആ ഒരു കുറിപ്പ് വായിച്ചിട്ട് ടാബി ഇപ്പോൾ 1597 എന്നെഴുതിയിരിക്കുന്ന ഒരു വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കാരണം അതിൽ എഴുതിയിരുന്നത് ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെത്തിക്കേണ്ട അഡ്രസ് ആയിരുന്നു. ആ ഒരു അഡ്രസ് ഇങ്ങനെയായിരുന്നു: വിക്ടർ കാമനഫ് at 1597 ബോറോ സ്ട്രീറ്റ്, ക്യാംഡൻ, മെനെ. ടാബിതയാണെങ്കിൽ ഇപ്പോഴുള്ളത് അതേ ക്യാംഡൻ സിറ്റിയിൽ തന്നെയാണല്ലോ, വിക്ടറിന്റെ ആ യഥാർത്ഥ സ്ഥലത്ത്. അതായത് വിക്ടറിന്റെ സ്വന്തം വീടിന് മുന്നിൽ തന്നെയാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത്. അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഒരു ഓൾഡ് മാൻ ഇറങ്ങി വരുന്നു. ശേഷം ടാബി അവിടെ നിൽക്കുന്നത് കണ്ട് ഇറങ്ങിപ്പോകാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് പുള്ളി വീടിന്റെ ഡോർ തുറക്കാൻ പോകുന്നു. ഇയാൾ ചീത്ത വിളിച്ചിട്ടും ടാബി അവിടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് നിങ്ങൾക്കെന്താ ചെവി കേൾക്കില്ലേ എന്ന് ചോദിച്ച് വീണ്ടും ചീത്ത വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ കയ്യിലുള്ള ലഞ്ച് ബോക്സ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ഇമോഷണൽ ആകുന്ന അദ്ദേഹം നിങ്ങൾക്കിതെവിടെന്നാ കിട്ടിയത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അമ്പരക്കുന്ന ടാബി നിങ്ങളല്ലേ അവന്റെ അച്ഛൻ? അതെ, നിങ്ങളാണ് വിക്ടറിന്റെ അച്ഛൻ എന്ന് ഒരു ഞെട്ടലോടെ പറയുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ടാബിയെ അന്വേഷിച്ചിറങ്ങിയ ജിമ്മും കെന്നിയും അവർ നേരത്തെ കണ്ടുപിടിച്ച ആ കുഞ്ഞു വീടിലെ അതിനുള്ളിലാണ് ഉള്ളത്. അവരവിടെ തീയൊക്കെ കത്തിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. കാരണം നേരം ഇപ്പോൾ ഇരുട്ടിയിരിക്കുന്നു. സോ യാത്ര തുടരാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കെങ്ങാനും ഇനി വഴി തെറ്റിയോ എന്നും റോങ്ങായ ഡയറക്ഷനിലേക്കാണോ പോകുന്നത് എന്നും ജിമ്മിന് സംശയം തോന്നുന്നുണ്ട്. കാരണം ബോയ്ഡ് പറഞ്ഞ കഥയിൽ സ്പൈഡർ വെബ്സ് ഉള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഇതുവരെ അവരങ്ങനെ ഒന്നും തന്നെ കണ്ടിട്ടേയില്ല. അതായത് നേരത്തെ കെന്നിക്ക് തോന്നിയ സംശയങ്ങൾ ഇപ്പോൾ ജിമ്മിനും വന്നു തുടങ്ങി. അവരങ്ങനെ അതൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തെ ഡോറിൽ ആരോ തട്ടുന്നത് പോലെ, പുറത്ത് ആരൊക്കെയോ ഉള്ള പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറച്ചു നിമിഷത്തേക്ക് അവർ പേടിക്കുന്നുണ്ടെങ്കിലും പുറത്തു വന്നവരാരായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർ പോയിരുന്നു. പിന്നെ അവിടെയുള്ള താലിസ്മാൻ അവരെ രക്ഷിക്കുമെന്ന ആ ഒരു വിശ്വാസവും അവർക്കുണ്ടല്ലോ. എന്നിരുന്നാലും ജിം വളരെ പേടിയോടെ കെന്നിയോടൊരു കാര്യം പറയുന്നു. ഇവിടെ വെച്ച് ജിം മരിക്കുകയാണെങ്കിൽ അവന്റെ മക്കൾ ആരുമില്ലാത്തവരാകും. ടാബി അന്ന് ഒറ്റയ്ക്ക് പോയതിന് ഒരു കാരണമുണ്ടായിരുന്നു. അത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരെങ്കിലും ഒരാൾ അവരുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകുമല്ലോ എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. സോ ഇതെല്ലാം മതിയാക്കി നാളെ രാവിലെ തന്നെ നമുക്ക് തിരിച്ചു പോകണമെന്ന് ജിം കെന്നിയോട് പറയുന്നു. ഇതേ സമയം സിറ്റിയിൽ നടക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് കളപ്പുരയിലെ മൃഗങ്ങളെയെല്ലാം തുറന്നു വിടുകയാണ് രാത്രി സഞ്ചാരികളായ മോൺസ്റ്റേഴ്സ്. അതൊന്നും അറിയാതെ മുൻപ് ഫാദർ കാട്ടി കൊടുത്ത ആ ഒറിജിനൽ മദ്യവും കുടിച്ച് നമ്മുടെ ബോയ്ഡ് നിൽക്കുമ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ജെയ്ഡും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒറിജിനൽ സാധനം കാണുമ്പോൾ ജെയ്ഡും വളരെ സന്തോഷത്തോടെ ആ മദ്യം എടുത്ത് കുടിക്കുന്നുണ്ട്. പക്ഷേ ഈ മദ്യം കിട്ടിയ കഥ കുറച്ച് വലുതല്ലേ, അതുകൊണ്ട് തന്നെ ബോയ്ഡ് ഇപ്പോഴത് പറയുന്നില്ല. മറിച്ച് ജെയ്ഡിന് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. ജെയ്ഡും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് പശുക്കളുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് ബോയ്ഡ് ജനലിലൂടെ നോക്കുമ്പോൾ അവരുടെ പശുക്കളെല്ലാം തന്നെ തൊഴുത്തിൽ നിന്നും ഇറങ്ങി പുറത്ത് നടക്കുന്നത് കാണുന്നു. ഇനി അവർക്കാകെയുള്ള സമ്പാദ്യം ഈ മൃഗങ്ങൾ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ബോയ്ഡ് മറ്റൊന്നും ചിന്തിക്കാതെ അവിടുത്തെ താലിസ്മാനും എടുത്ത് പശുക്കളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് റിസ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഡും പുറകെ പോകുന്നുണ്ട്. അവനും വേറെ വഴിയൊന്നുമില്ലല്ലോ. സോ പശുക്കളെയും കൂട്ടി കളപ്പുരയിലേക്ക് പോയിട്ട് അവിടെ താലിസ്മാൻ തൂക്കാം എന്ന് ബോയ്ഡ് പറയുമ്പോൾ ജെയ്ഡും അതനുസരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ അപ്പോഴാണ് ഒന്നോ രണ്ടോ പശുക്കൾ മാത്രമല്ല, മറിച്ച് അവിടെയുള്ള എല്ലാ ആടുകളും കൂട്ടമായിട്ട് വരുന്നത് അവർ കാണുന്നത്. പുറത്തെ ഈ ശബ്ദങ്ങളൊക്കെ കെന്നിയുടെ വീട്ടിലിരുന്ന് വിക്ടറും കേൾക്കുന്നു. സോ പുറത്തുള്ളവരെ സഹായിക്കാനായിട്ട് വിക്ടറും കെന്നിയുടെ അമ്മയും ഒരുമിച്ച് പോവുകയാണ്. പോകരുത് എന്ന് ഈതൻ പറയുന്നുണ്ടെങ്കിലും അവർ പോയ ഉടനെ തന്നെ ജൂലിയ ഡോർ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം ചേർന്ന് ആ ജോലി ചെയ്യുമ്പോൾ അവിടത്തെ ബഹളമെല്ലാം കേട്ട് ബസ്സിൽ താമസിക്കുന്ന റാൻഡൽ ഉറക്കമെണീക്കുന്നു. അവൻ നോക്കുമ്പോൾ കാണുന്നത് ആ മോൺസ്റ്റേഴ്സ് എല്ലാം പതിയെ നടന്നു വരുന്നതായിരുന്നു. സോ ബോയ്ഡിനെയും കൂട്ടരെയും ആ വിവരം അറിയിക്കാൻ റാൻഡൽ ആ വണ്ടിയിലെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ബോയ്ഡും ഒന്ന് അലേർട്ട് ആകുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് ഈതന്റെ ഫേവറേറ്റ് ഗോട്ടായ അൽമ നടക്കുന്നത് അവൻ കാണുന്നത്. അത് കണ്ട് പാനിക് ആകുന്ന ഈതൻ ഡോർ തുറക്കുമ്പോൾ പുറത്ത് നമ്മുടെ മേഘനെ കൊന്ന അതേ മോൺസ്റ്റർ തള്ള നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് പേടിച്ച് ഈതനോട് ഓടാൻ പറഞ്ഞിട്ട് ജൂലി കഥ കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ തള്ള അതിനോടകം ഡോറിൽ പിടിച്ച് പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ തള്ള ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഈതനും ജൂലിയും പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ആ തള്ളയാണെങ്കിൽ എന്തോ ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നു. അപ്പോഴേക്കും അപ്പുറത്തെ ഡോറിലൂടെ പുറത്തേക്കിറങ്ങുന്ന ഈതന്റെ വായ ആരോ പൊത്തുന്നു. ജൂലി പേടിച്ചു നോക്കുമ്പോൾ അത് നമ്മുടെ സേറയായിരുന്നു. സോ സേറ പറഞ്ഞതനുസരിച്ച് അവർ 3 പേരും ആ ചെടികൾക്കിടയിൽ ഒളിക്കുമ്പോൾ ആ മോൺസ്റ്റർ അവരെ കാണാതെ തന്റെ പൈശാചികമായിട്ടുള്ള മുഖം പുറത്തെടുത്ത് അലറുകയാണ്. ഇതേ സമയം മൃഗങ്ങളെയും കൊണ്ടുപോകുന്ന നമ്മുടെ ടീമിന് പിന്നാലെ എല്ലാ മോൺസ്റ്റേഴ്സും പതിയെ നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് ജെയ്ഡ് മാത്രം അവരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു മോൺസ്റ്റർ വരുന്നു. അന്നേരം എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകാതെ പേടിച്ച് ജെയ്ഡ് ആ പശുവിന്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ആ മോൺസ്റ്റർ വന്ന് പശുവിനെ ആക്രമിക്കുന്നു. ദയനീയമായി ആ പശു പിടഞ്ഞു വീഴുമ്പോൾ അതെല്ലാം കണ്ട് ജെയ്ഡ് ഒരു നിമിഷം സ്റ്റെക്കായി പോകുന്നു. പക്ഷേ വിക്ടർ പെട്ടെന്ന് എങ്ങനെയോ വന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴാണെങ്കിൽ ആ മോൺസ്റ്റർ അതിഭീകരമായിട്ട് അലറുകയായിരുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ജൂലിയെയും ഈതനെയും തിരഞ്ഞു നടക്കുകയായിരുന്നു ആ മോൺസ്റ്റർ തള്ള. അപ്പോൾ അവിടേക്കും മറ്റൊരു മോൺസ്റ്റർ കൂടി വരുമ്പോൾ അവരെയും കൂട്ടി സേറ അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ അവർ ഓടി റോഡിലേക്ക് എത്തുമ്പോൾ എന്തോ ഭാഗ്യത്തിന് റാൻഡൽ അവരെ കാണുന്നു. അങ്ങനെ അവരെയെല്ലാം വിളിച്ച് സേഫായിട്ട് ബസ്സിലേക്ക് അവൻ കയറ്റുന്നു. ഇപ്പോൾ ബോയ്ഡ് കൊണ്ടുപോകുന്ന പശു അവിടെ അനങ്ങാതെ നിൽക്കുമ്പോൾ അവനെ സഹായിക്കാനായിട്ട് കെന്നിയുടെ അമ്മയും കൂടെ കൂടുന്നു. അപ്പോഴേക്കും പറ്റുന്ന അത്രയും മൃഗങ്ങളെയും ജെയ്ഡും വിക്ടറും ബാറിനകത്തേക്ക് കയറ്റുകയാണ്. അങ്ങനെ ആ മോൺസ്റ്റേഴ്സ് എല്ലാം പതിയെ പിന്തുടരുമ്പോഴും കൂടെയുണ്ടായിരുന്ന പശുവിനെയും കൂട്ടി ബോയ്ഡും കെന്നിയുടെ അമ്മയും കളപ്പുരയിലേക്ക് കയറുന്നു. എങ്ങനെയൊക്കെയോ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് കളപ്പുരയുടെ വാതിലടച്ച് താലിസ്മാൻ തൂക്കി സമാധാനിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിനൊരിക്കലും നിങ്ങളെ തകർക്കാനാവില്ല എന്നല്ലേ നീ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ് ആ കളപ്പുരക്കകത്തു നിന്ന് വരുന്നു. നിനക്കോർമ്മയുണ്ടോ ബോയ്ഡ്, ഈ സ്ഥലത്തിനൊരിക്കലും നിന്നെ തകർക്കാനാവില്ല എന്ന് പുച്ഛത്തോടെ പറഞ്ഞ് അവരിൽ ചിലർ കെന്നിയുടെ അമ്മയെ പിടിക്കുന്നു. അത് തടയാൻ ശ്രമിച്ച ബോയ്ഡിനെയും മോൺസ്റ്റേഴ്സ് പിടിക്കുമ്പോൾ അതിലൊരാളെ ബോയ്ഡ് തള്ളി മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ആ മോൺസ്റ്റർ അവിടെ തൂണിൽ ചെന്ന് ഇടിക്കുമ്പോൾ ദേഷ്യം വന്ന് തന്റെ പൈശാചികമായ
രൂപം പുറത്തെടുത്ത് ബോയ്ഡിന്റെ കയ്യിൽ പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ ബോയ്ഡ് അവിടെ വീഴുമ്പോൾ അവന്റെ പക്കലുണ്ടായിരുന്ന വിലങ്ങും താഴെ വീഴുന്നുണ്ട്. അത് കണ്ട് അവറ്റകൾ ബോയ്ഡിനെ വലിച്ചിഴച്ച് ഒരു തൂണിൽ ചാരി നിർത്തി ആ വിലങ്ങിടുന്നു. തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം ബോയ്ഡ് പ്രകടിപ്പിക്കുന്നുണ്ട്. കെന്നിയുടെ അമ്മയാണെങ്കിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ അവസ്ഥ കണ്ട് വിഷമിക്കുന്ന ബോയ്ഡ് ആ സ്ത്രീയെ വെറുതെ വിട്, പകരം എന്നെ കൊന്നോ എന്ന് പറയുമ്പോൾ, നിന്നെ ഞങ്ങൾ കൊല്ലില്ല ബോയ്ഡ്, നിന്നെ കൊല്ലുന്നതിൽ അത്ര രസമില്ലല്ലോ, ഈ സ്ഥലത്തിന് നിന്നെ തകർക്കാൻ സാധിക്കില്ല എന്നല്ലേ പറയാറ്, അത് നമുക്കിപ്പോൾ കാണാം എന്ന് വളരെ അഹങ്കാരത്തോടെ ആ മോൺസ്റ്റേഴ്സ് പറയുന്നു. ശേഷം നിസ്സഹായനായ ബോയ്ഡിന്റെ കൺമുൻപിൽ വെച്ച് അവർ കെന്നിയുടെ അമ്മയുടെ തല പിളർക്കുകയാണ്. ആ പാവം സ്ത്രീ വേദന കൊണ്ട് കരയുമ്പോൾ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരുടെ കരച്ചിൽ കേട്ട് സഹിക്കാനാവാത്ത ബോയ്ഡ് സംസാരിച്ചുകൊണ്ടേയിരിക്കെ, കണ്ണ് തുറക്ക്, എന്നെ നോക്കൂ, യു ആർ സോ സ്ട്രോങ്, ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും ആ മോൺസ്റ്റേഴ്സ് ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് പതിയെ അവരുടെ കരച്ചിൽ നിൽക്കുമ്പോഴും വീണ്ടും തന്നെ കൊണ്ടാകുന്ന രീതിയിൽ സംസാരിച്ച് വളരെ വിഷമത്തോടെ അവിടെ നിൽക്കുന്ന ബോയ്ഡിനെ കാണിച്ചുകൊണ്ട് ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബോയ്ഡിന് ഇനി എന്താണ് സംഭവിക്കുകയെന്നും ടാബിതയെ കാത്തിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ കെന്നിയും ജിമും ഇനി എപ്പോ തിരിച്ചു വരുമെന്നും മോൺസ്റ്റേഴ്സിന്റെ അടുത്ത തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോ 3rd സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. സീസൺ 3യുടെ 2ാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ വീണ്ടും കാണുന്നതുവരെ ബൈ. And silently, it can build and build until you finally see, whoa, it's taking over, damn no closure, moving closer, no exposure, I just wanna be a loner,